ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ലൈൻ സ്റ്റിച്ച് ബോർഡിൽ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ, ലീഫ് എന്നിവയുടെയൊക്കെ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പെറ്റലും അവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 3 ഇഴ നൂല് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പെറ്റലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല റെഡ് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ അധികം ഒന്നും ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ ഒരു ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെറ്റലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചതിന് ശേഷം കൃത്യം ആ വരകൾക്കിടയിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചാണ് ഈ സാറ്റിൻ സ്റ്റിച്ച്. ഇപ്പം ഞാനിപ്പോൾ ആ രണ്ട് ലൈൻ വരച്ചിട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം മുകളിൽ കുത്തിയിറക്കുക, പിന്നെ അത് താഴേക്ക് കുത്തിയിറക്കുക, അങ്ങനെ ചുറ്റി എടുക്കുന്നത് ഫില്ല് ചെയ്ത് പോകുന്നതിനെയാണ് ഈ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല സിൽക്ക് ത്രെഡൊക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നൂലുകൾക്കിടയിൽ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി തന്നെ നഷ്ടമാകും. അപ്പോൾ അടുപ്പിച്ച് സൂചി കുത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൂചി എടുക്കുമ്പോൾ വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ ആ ഒരു ക്ലോത്ത് ചുരുങ്ങിപ്പോവുകയും ആ ഒരു വർക്കിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യാതെ സൂചി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് ലൈൻസ് വരച്ചിട്ടുള്ള വർക്കുകൾ രണ്ടും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിൽ തന്നെയാണ്, കാരണം ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെറ്റൽസ് എങ്ങനെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സ്റ്റിച്ച് ബോർഡിൽ വരച്ചിട്ടുള്ള 3 ഡിസൈനും ഞാനിപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറും പെറ്റലും എല്ലാം സാറ്റിൻ സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.